നമ്മളെല്ലാവരും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ്. വൈഫൈ ആകട്ടെ അല്ലെങ്കിൽ മൊബൈൽ ഡാറ്റ ആകട്ടെ ഏതാണെങ്കിലും ഇൻ്റർനെറ്റ് ദിവസവും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ്. എന്നാൽ മൊബൈൽ ഡാറ്റയ്ക്ക് ചില പരിധികളൊക്കെ ഉണ്ട്. ഒരു മാസം ഇത്ര GB ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഒരു ദിവസം ഇത്ര MB ഇൻ്റർനെറ്റ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ എന്ന ഒരു പരിധി നമുക്ക് മൊബൈൽ ഡാറ്റയിൽ ഉണ്ടാകും. ആ പരിധിക്ക് പുറമെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മൊബൈൽ ഡാറ്റ സ്പീഡ് കുറയും, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ നമുക്ക് മൊബൈൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് വരുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ ആപ്ലിക്കേഷൻസുകളും നമ്മൾ ദിവസവും ഉപയോഗിക്കുന്നില്ലെങ്കിലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അത് പ്രവർത്തിക്കുന്നുണ്ടാകും. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഇൻ്റർനെറ്റ് നമുക്ക് സ്വാഭാവികമായിട്ടും നഷ്ടമാവും. നമ്മൾ അറിയാതെ തന്നെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇങ്ങനെ നമ്മൾക്ക് അത്യാവശ്യമായിട്ട് ചിലപ്പോൾ 1, 2 അല്ലെങ്കിൽ 5, 10 ആപ്ലിക്കേഷൻസ് ആയിരിക്കും നമ്മൾ ദിവസവും യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ മൊബൈലിൽ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഉണ്ടാകും. ആ ആപ്ലിക്കേഷൻസുകളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ മൊബൈൽ ഡാറ്റ അത് ഉപയോഗിച്ച് തീർക്കുന്നുണ്ടാവും. അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ച് തീർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെയധികം ഇൻ്റർനെറ്റ് ലാഭിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസുകളിൽ വളരെ സ്പീഡായിട്ട് നമുക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനും സാധിക്കും. അത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോ. അതിനായിട്ട് ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻ്റർനെറ്റ് ഗാർഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ എഗ്രി കൊടുക്കുക. എഗ്രി കൊടുത്തതിന് ശേഷം ഇവിടെ ഓക്കെ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അവിടെ ഓക്കെ കൊടുക്കുക. ഈ ഓക്കെ ബട്ടണുകളൊക്കെ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻസുകൾ മൊത്തമായിട്ടും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ ഒരു ഓൺ ഓഫ് ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇടതുവശത്തായിട്ട്. അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് പെർമിഷൻ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻസുകൾ മൊത്തം ഇവിടെ കാണാൻ സാധിക്കും. ഓരോ ആപ്ലിക്കേഷൻ്റെ വലതുവശത്തായിട്ട് ഇവിടെ വൈഫൈൻ്റെയും മൊബൈൽ ഡാറ്റയുടെയും ചിഹ്നം നിങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. മൊബൈൽ ഡാറ്റ ആണെങ്കിൽ മൊബൈൽ ഡാറ്റ. ഇപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ആപ്ലിക്കേഷൻ്റെയൊക്കെ വലതുവശത്ത് കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്യുക. അത് വൈഫൈ ആണെങ്കിലും മൊബൈൽ ഡാറ്റ ആണെങ്കിലും രണ്ടും നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസുകളിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ എല്ലാ ആപ്ലിക്കേഷൻസുകളും നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട്, അതായത് നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസുകളൊക്കെ നിങ്ങൾ ഇതുപോലെ ലോക്ക് ചെയ്തിടുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഡാറ്റകൾ ലാഭിക്കാനും സാധിക്കും. നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസുകൾ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ വളരെ സ്പീഡോടുകൂടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബും കൂടി ഇത് ഓഫ് ചെയ്യാണ്. നമുക്കത് ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നും നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ബാക്ക് വരാം. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഇൻ്റർനെറ്റ് കൂടി ഞാൻ ഓഫ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ യൂട്യൂബ് ഇങ്ങനെ കറങ്ങി കളിക്കുന്നതല്ലാതെ അത് ഓപ്പൺ ആകുന്നില്ല. അതായത് അതിൻ്റെ ഞാൻ ഇൻ്റർനെറ്റ് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുകയില്ല. അതുപോലെ തന്നെ ഞാനത് എപ്പോഴാണ് ഓണാക്കുന്നത് എങ്കിൽ മാത്രമേ അത് ഓൺലൈനിൽ വരികയുള്ളൂ, നമുക്ക് ഓണാക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസുകളൊക്കെ ഈ രൂപത്തിൽ നമുക്ക് അതിൻ്റെ ഇൻ്റർനെറ്റ് ഓഫ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡാറ്റകൾ ലാഭിക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസുകൾ വളരെ സ്പീഡായിട്ട് നമുക്ക് ഉപയോഗിക്കാനും ഇൻ്റർനെറ്റ് ലാഭിക്കാനും നമുക്ക് സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്തൊരവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.